ഇവിടെയിൽ ഇന്ത്യയുടെ എക്കോണമിയിൽ തന്നെ നമ്മൾ തുടങ്ങാം. ഇന്ത്യയുടെ ഫോറിൻ റിസർവ് ഓൾറെഡി തന്നെ ഒരു 10 ബില്യൺ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പർപ്പസ്ഫുള്ളി ഇന്ത്യ ഡോളർ വിറ്റഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വരും ഒരു 1-1.5 ആഴ്ച കൊണ്ട് 50 ബില്യൺ US ഡോളർ മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ ഫോറിൻ റിസർവ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഫോറിൻ റിസർവ് നമ്മൾ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്കാണ് അതിൻ്റെ ഗുണം. എത്രമാത്രം കറൻസി റിസർവ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഡോളറിൽ തന്നെയാണ് ഫോറിൻ റിസർവ് മിക്ക രാജ്യങ്ങളും കീപ്പ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ഡോളർ തന്നെയാണ് ഒരു ഡോമിനേറ്റഡ് കറൻസി, അതിൽ യാതൊരു മാറ്റമില്ല. ഡോളറിന്റെ വാല്യൂവിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ പലപ്പോഴും സംഭവിക്കുന്നു എങ്കിലും നിലവിലെ ആ കറൻസിയുടെ സ്ഥാനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യ 50 ബില്യൺ, അതായത് കഴിഞ്ഞ 2025 ഒക്ടോബറിൽ ഇതേപോലെ ഇന്ത്യ ഒരു 50 ബില്യൺ വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് RBI ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നത് പറഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ കറൻസി പിടിച്ചു നിർത്തേണ്ടി വരും. അതായത് ഒരുപാട് നമുക്ക് ഇത് കറൻസി റിലാക്സ് ആയി പോയി കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളിലാണ് ഇങ്ങനത്തെ ടാക്ടിക്സ് റിസർവ് ബാങ്ക് അഥവാ സെൻട്രൽ ബാങ്ക് ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ പല രാജ്യങ്ങളുടെയും കറൻസി ലെവൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ചൈനയൊക്കെ ഒരുപാട് വിറ്റഴിച്ചിട്ടുണ്ട്. ജപ്പാൻ അവരിപ്പോൾ പുതുതായിട്ട് ബോണ്ടുകളൊന്നും വാങ്ങിക്കുന്നില്ല, പഴയ ബോണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അമേരിക്കയിലാണ് ഇവർ ബോണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക എടുത്ത് ഈ ഒരു ബോണ്ട് ലിക്വിഡൈസ് ചെയ്ത് വാങ്ങിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ബോണ്ട് ലിക്വിഡൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രഷർ അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ റിസർവ് കറൻസിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ചിലവാക്കാം, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മളുടെ റിസർവ് കറൻസി ആയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 50 ബില്യൺ US ഡോളർ ഇന്ത്യ റിലീസ് ചെയ്യാൻ പോവാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കറൻസി കുറച്ചുകൂടെ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് RBI ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം വരെ നമുക്ക് 696.61 ബില്യൺ US ഡോളർ ആയിരുന്നു. ഇപ്പം അതിൽ നിന്ന് 10 ബില്യൺ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പം 686.80 അതാണ് ഇപ്പോഴത്തെ ഫോറിൻ കറൻസി റിസർവ് നമ്മളുടെ കയ്യിലുള്ളത്, ഡോളേഴ്സ്. ഇതിൽ നിന്നും ഇനി ഒരു 50 കൂടി നമ്മൾ ചിലവാക്കും. അപ്പം അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ച് കൊണ്ടുവന്ന് 630 നിർത്തും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 630 ബില്യൺ US ഡോളർ ആയിട്ട് മാറും ഇന്ത്യയുടെ ഡോളർ ഫോറിൻ റിസർവ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഫ്രാൻസിൽ വെച്ച് നടത്തിയ മീറ്റിങ്ങിൽ അവിടെ AI ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ സബ്മിറ്റ് പാരീസിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് അറ്റൻഡ് ചെയ്തിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായിട്ട് നടത്തിയ ചർച്ചയിൽ 90 റഫേൽ ഫൈറ്റർ ജെറ്റുകൾക്കാണ് നമ്മൾ ഓർഡർ കൊടുത്തിരുന്നത്. അത് ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കാനാണ് ധാരണയായിരുന്നത്. അപ്പോൾ അതിൽ ഒരു 114 ഉയർത്തിയിട്ടുണ്ട്. ആ എണ്ണം 90 എന്ന് പറഞ്ഞത് 114 ഉയർത്തിയിട്ടുണ്ട്. അതായത് ഫ്രാൻസിന്റെ സൈഡിലും അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. 90 എണ്ണമല്ലേ ഉള്ളൂ, നമ്മൾ ഇന്ത്യയിൽ വന്ന് ഇത് പ്രൊഡക്ഷൻ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ, എണ്ണത്തിൽ കുറച്ച് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടി കുറച്ച് ഹെൽപ്ഫുൾ ആവും. കാരണം നമ്മൾ ഒരുപാട് നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡീലിലേക്ക് പോയത്, ഫ്രാൻസിന്റെ റഫേൽ ഫൈറ്റർ ജെറ്റിന്റെ ഡീലിലേക്ക് പോയത്. അപ്പം 90 എന്നുള്ളത് 114 ഇന്ത്യ ഉയർത്തി കൊടുത്തിട്ടുണ്ട്. അതായത് അവർക്ക് കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾ വന്ന് അസംബ്ലി യൂണിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ പണി തുടങ്ങാനാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിട്ടാണ് ഫ്രാൻസ് ഇതിനെ വിലയിരുത്തുന്നത്. മാക്രോൺ നെക്സ്റ്റ് മന്ത് ഇന്ത്യ സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിന്റെ പ്രഖ്യാപനങ്ങളും അനൗൺസ്മെന്റ് ഒക്കെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന് വേറൊരു സൈഡും കൂടി ഉണ്ട്. അതായത് ഇനി അടുത്ത് ഇലക്ഷൻ വരാൻ പോവാണ് ഇവിടെ ഫ്രാൻസിൽ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഡീലുകളും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതിലൂടെ, പ്രത്യേകിച്ച് ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യ പോലത്തെ രാജ്യം സന്ദർശിക്കുന്നതിലൂടെ ആ ഒരു റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുന്നതിലൂടെ മാക്രോൺ എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടുമോ ഇലക്ഷനിൽ എന്നും കൂടി മാക്രോണിന്റെ സൈഡിൽ നിന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഡീലിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് ഫ്രാൻസും തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്കും അതേപോലെ തന്നെ ഫ്രാൻസിനും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അപ്പം ശരിക്കും ഈ ഫ്രാൻസുമായിട്ട് ഡീലൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതിൽ വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അത് ട്രംപിനാണ്. ട്രംപ് ശരിക്കും 4 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അപ്പാഷെ ഹെലികോപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ട്, സർ പ്ലീസ് എനിക്ക് നിങ്ങളെ കാണാനൊരു അവസരം തരണം, നിങ്ങളുമായിട്ട് ചർച്ച നടത്താൻ ഒരു അവസരം തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിച്ചതായിട്ടും 68 അപ്പാഷെ ഹെലികോപ്റ്റേഴ്സ് എനിക്ക് എത്രയും വേഗം നിങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കി തരണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിറ്റേന്ന് തന്നെ ഹാവേർഡ് ലുട്ടനിക്, അമേരിക്കയുടെ കമേഴ്ഷ്യൽ സെക്രട്ടറി, ഒരു ടെലിവിഷൻ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഇതിനെ തിരുത്തി പറഞ്ഞിട്ടുള്ള ഇതിനെ തിരുത്തിയതല്ല, ട്രംപും മോദിയും തമ്മിൽ ഒരു തരത്തിലുള്ള ടെലിഫോൺ കോളും ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതുവരെ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എല്ലാം തീരുമാനമായിട്ടും പ്രപ്പോസ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. പ്രൈം മിനിസ്റ്റർ മോദി ട്രംപിനെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, കാര്യങ്ങളൊക്കെ ഓക്കെ ആവും എന്നാണ് പറഞ്ഞത്.
ഇപ്പോൾ ലുട്നിക് പറയുന്നതാണോ ശരി അല്ലെങ്കിൽ ട്രംപ് പറയുന്നതാണോ ശരി എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ. അതൊരു സൈഡിലിരിക്കെ ഇന്ത്യ വീണ്ടും ഫ്രാൻസുമായിട്ടാണ് ഒരു ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ശരിക്കും റഷ്യയുമായിട്ട് SU-57 സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അമേരിക്ക നിരന്തരമായിട്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെ കാണിച്ചുകൊണ്ട് ഇന്ത്യക്ക് മേലിൽ കടുത്ത സമ്മർദ്ദം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു വെപ്പൺ ഡീലുമായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ഡിഫൻസ് ഡീലുമായിട്ട്. ഇപ്പൊ ഡിഫൻസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമ്മൾ റഷ്യയുമായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ അമേരിക്ക വീണ്ടും ശക്തമായ രീതിയിൽ പ്രതികരിക്കും. അപ്പൊ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ അതുമായിട്ട് ഇപ്പൊ പോകണ്ട, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ SU-57 മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം എഞ്ചിൻ ടെക്നോളജി ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങളും ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനാണ് റഷ്യ സമ്മതിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ബാക്ക് എൻഡിൽ ഇതിന്റെ ഡീലെല്ലാം രഹസ്യമായിട്ട് സൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏത് മൊമെന്റിലും നടപ്പിലാവും. പക്ഷേ അത് എപ്പോൾ നടപ്പിലാവും എന്ന് പറഞ്ഞാൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഇന്ത്യ ആ ചാപ്റ്റർ തുറക്കും. അത് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാത്തൊന്നുമല്ല. അപ്പം ആ സാഹചര്യത്തിലാണ് നമുക്ക് നമ്മളുടെ ഫൈറ്റർ ജെറ്റുകളുടെ സ്ക്വാഡ്രൺ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ആ ഷോർട്ടേജ് നികത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എവിടെന്നെങ്കിലൊക്കെ ഫൈറ്റർ ജെറ്റുകൾ അക്യൂർ ചെയ്തേ പറ്റൂ. ആ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഫ്രാൻസുമായിട്ട് ഈ ഒരു ഡീല് ഫാസ്റ്റ് ഫോർവേഡായിട്ട് മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട് സമ്മതം അറിയിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അമേരിക്കയെ ചോടിപ്പിക്കുന്നുണ്ട്, ഇല്ലാന്നില്ല. അമേരിക്കയുമായിട്ട് നമ്മളിപ്പം വലിയ രീതിയിലുള്ള ഡീലുകൾക്കൊന്നും പോകുന്നില്ല. അതായത് കണ്ടിന്യൂറ്റി ഉള്ള ഡീലുകളൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല അമേരിക്കയുമായിട്ട്. അതായത് റെഗുലറായിട്ട് മെയിൻ്റനൻസ് വേണ്ട രീതിയിൽ, റെഗുലറായിട്ട് നമുക്ക് സപ്പോർട്ട് സർവീസ് വേണ്ട രീതിയിലുള്ള ഒരു എഗ്രിമെൻറ്റുകൾക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. നമ്മളെ അമ്യൂണിഷൻസ് അതേപോലെ ചെറിയ ചെറിയ സംഗതികളൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. അത് കൂടാതെ നമ്മൾ കാർഗോ എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, അതേപോലെ ഹെലികോപ്റ്റേഴ്സ്, ഇതേമാതിരിയുള്ള പല ഇതര സാധനങ്ങളാണ് അമേരിക്കയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ബാക്കി അമേരിക്ക ടെക്നോളജിക്കലി നമുക്ക് സപ്പോർട്ട് തന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത്. അല്ലാതെ കില്ലർ സ്വിച്ച് പോലത്തെ കൺട്രോൾ യൂണിറ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സെൻകോമിന്റെ കൺട്രോളിലുള്ള ഒരു സാധനങ്ങളും ഇന്ത്യ പർച്ചേസ് ചെയ്യുന്നില്ല അമേരിക്കയിൽ നിന്ന്. അതിന്റെ വിഷമവും ദുഃഖവും അവർക്കുണ്ട്. അതിൻ്റെ ഒരു വെപ്രാളം, അതിൻ്റെ ഒരു ദേഷ്യം എല്ലാം അവരെപ്പോഴും നമ്മളോട് കാണിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രാൻസുമായിട്ട് സൈൻ ചെയ്തതും അമേരിക്കയ്ക്ക് പിടിച്ചിട്ടില്ല. കാരണം അപ്പാഷെ കമന്റിന്റെ 2 ദിവസം കഴിയുമ്പോഴാണ് ഫ്രാൻസുമായിട്ട് 114 ഫൈറ്റർ ജെറ്റുകളുടെ ഡീൽ സൈൻ ചെയ്തിട്ട് ഇന്ത്യ മടങ്ങി വന്നിരിക്കുന്നത്. പഴയ ഡീൽ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പുതുക്കി ഒന്ന് എംഫസൈസ് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. 90 എന്നുള്ളത് 114 ആക്കിക്കൊണ്ട് ഒരു പുതിയ എഗ്രിമെന്റ് സൈൻ ചെയ്തു. അതും വാർത്തയായി. അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അത് കുറച്ച് വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യ കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് നടത്തുന്നത് ഫ്രാൻസ്, റഷ്യ, ഇതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുമായിട്ടാണ്. അമേരിക്കയുമായിട്ട് ഈ രീതിയിലുള്ള ട്രസ്റ്റഡ് ഡീലിന് പോകുന്നില്ല. അതാണ് പ്രശ്നം. ഒരു രാജ്യത്തിൽ നിന്ന് നമ്മൾ ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കുന്നെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ അത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അത്രമാത്രം ട്രസ്റ്റഡ് അല്ല എന്നുള്ള മെസ്സേജാണ് വീണ്ടും വീണ്ടും ഇന്ത്യ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പം നിലവിൽ ട്രംപ് ഒരു സൈഡിൽ സക്സസ് ആയിട്ടുണ്ട്, അത് ബംഗ്ലാദേശിന്റെ വിഷയത്തിലാണ്. പക്ഷെ പൈസ തിരിച്ചു കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല. ശരിക്കും ഈ ഫാർമേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫാർമേഴ്സിന് മെഡിക്കൽ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അതെല്ലാം ഓക്കെയാണ്. അതിലൊക്കെ ഉപരിയായിട്ട് അവരുടെ പ്രോഡക്റ്റ് വിറ്റ് പോകണമല്ലോ, അവരുടെ പ്രോഡക്റ്റ് വിറ്റ് പോകണം. പക്ഷെ ആ പ്രോഡക്റ്റ് വിറ്റ് പോകണം എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലൊക്കെ എടുത്ത് കളഞ്ഞാൽ മതിയോ? അങ്ങനെ പറ്റത്തില്ലല്ലോ. ഈ പ്രോഡക്റ്റ് കൃത്യമായിട്ട് വിറ്റ് വരുമാനം വാങ്ങിച്ച് ഈ കർഷകർക്ക് വരുമാനം കിട്ടണം, അതാണല്ലോ വേണ്ടത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അമേരിക്കൻ കോൺ ഫസ്റ്റ് ലോഡ് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ബംഗ്ലാദേശിൽ. ഈ കഞ്ഞിക്ക് വകയില്ലാതിരിക്കുന്ന ബംഗ്ലാദേശ് ഈ അമേരിക്കൻ കോൺ ഇറക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ ഡെവലപ്പ് ആയോ നമുക്കറിയില്ല. ഈ കോൺ വലിയ സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല. കോൺ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള യെല്ലോ കളർ കോണാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ കോൺ ഇപ്പം ബംഗ്ലാദേശിന്റെ തലയിൽ വെച്ച് അടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ലോഡ് ഓൾറെഡി വന്ന് ഇറങ്ങി കഴിഞ്ഞു. ഇതിന്റെ പണം എങ്ങനെ കൊടുക്കും? അതാണ് പ്രശ്നം. ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് തന്നെ ഇന്ത്യക്ക് അവർ ഇതുവരെ റീപേയ്മെന്റ് ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പൊ കോൺ ഇറക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ കോൺ ധാരാളം ഇറക്കും. അതുകൊണ്ട് അമേരിക്കയിൽ തൽക്കാലം ട്രംപിന് കുറച്ച് പിടിച്ചു നിൽക്കാം. ഈ പേയ്മെന്റ് കൊടുത്തു തുടങ്ങുമ്പോഴാണ് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ ബുദ്ധിമുട്ടുണ്ടാകുന്ന പറഞ്ഞാൽ ഈ താരിഫിൽ പിരിച്ചെടുത്ത പൈസയെല്ലാം ഈ കർഷകർക്ക് എയ്ഡായിട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം ബംഗ്ലാദേശ് ഒന്നും അവിടെ ഒരിക്കലും പേയ്മെന്റ് ചെയ്യാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിൽ ചെയ്താലായി, അതിലുപരിയായിട്ട് വേറെ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ബംഗ്ലാദേശിലേക്ക് ഇപ്പം ഈ കോൺ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഫാർമേഴ്സിന്റെ പ്രശ്നത്തിൽ കുറച്ച് റിലീഫ് നേരിടാനുള്ള മാർഗം അതാണ് ട്രംപ് ഇപ്പം അന്വേഷിക്കുന്നത്. ആ മാർഗത്തിന് ബംഗ്ലാദേശ് ഇപ്പം ഒരു തുണയായി നിൽക്കുന്നുണ്ട് ട്രംപിന്. ഇന്നലെ ഒരു ഹിന്ദു യുവാവിനെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ. ഈ വിഷയത്തിൽ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഒരു മസ്ജിദിലെ ഇമാമിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്. ഇയാളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് തിരികൊളുത്തിയത്, ഇയാളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള രീതിയിൽ ബംഗ്ലാദേശിലെ യുവാക്കളെ ഈ ഒരു മതപ്രചരണം നടത്തി അവരുടെ മനസ്സ് മാറ്റി ഈ രീതിയിൽ മൈനോറിറ്റികൾക്കെതിരെ പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ള നിലയിലുള്ള അലിഗേഷൻ, അതിന്റെ പുറകിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കുറ്റം തെളിയണം, ഇങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ട്. ഇങ്ങനെ കുറ്റം തെളിഞ്ഞാൽ തന്നെയും ഈ വിഷയത്തിൽ, ഈ മൈനോറിറ്റികളുടെ വിഷയത്തിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് ആരെയും ശിക്ഷിക്കാൻ പോകുന്നില്ല.
ഇയാളെയും തുറന്നുവിടും. എത്രയോ ആൾക്കാരെ ഇതിനു മുമ്പ് പിടിച്ചിട്ട് തുറന്നു വിട്ടിട്ടുണ്ട്. അതേപോലെ ഈ ഇമാമിനെയും തുറന്നുവിടും. തൽക്കാലം ഈ ഒരു പ്രശ്നം ഒന്ന് കെട്ടടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇയാളെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇതേപോലെ മൈനോറിറ്റികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടർച്ചയായിട്ട് നടക്കുകയാണ് ബംഗ്ലാദേശിനുള്ളിൽ. അതേപോലെ BNP പാർട്ടിയുടെ നേതാവ് താരിഖ് റഹ്മാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ. അതായത് ഇതിന് തീർച്ചയായിട്ടും ജമാഅത്ത് ഇസ്ലാമിയും സ്റ്റുഡൻസിന്റെ NCP പാർട്ടി, ഈ രണ്ട് സംഘടനകളും ഇതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ചെയ്ത നടപടി ശരിയായില്ല, ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ പോയി കണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് അവരുടെ നിലപാട്. എനിവേ രണ്ടും രണ്ട് ഗ്രൂപ്പായ സ്ഥിതിക്ക് BNP പാർട്ടിക്ക് എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം BNP പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ, കാലിദാസിയ മരണപ്പെട്ട് കഴിഞ്ഞല്ലോ, ഇനിയിപ്പം BNP പാർട്ടിയുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ഈ താരിഖ് റഹ്മാനാണ്. അപ്പം ഈ താരിഖ് റഹ്മാൻ ഇനി തീരുമാനിക്കും കാര്യങ്ങൾ എന്നാണ് BNP പാർട്ടി പ്രതികരിച്ചിരിക്കുന്നത്. അപ്പം ഈ ജമാഅത്ത് ഇസ്ലാമിയും NCP പാർട്ടിയും സ്റ്റുഡൻസിന്റെ പാർട്ടിയും മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ബംഗ്ലാദേശിനെ ഒരു തീവ്ര നിലപാടുള്ള രാജ്യമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ഒരു നിലപാടെടുത്താൽ മാത്രമാണ് BNPക്ക് അവിടെ ഒരു വോയിസ് ഉള്ളത്. അല്ലാതെ BNPയും ഇതേപോലെ ഈ മതരാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക? എന്നാൽ പിന്നെ 3 പേരും കൂടി ഇലക്ഷൻ വേണ്ടല്ലോ, ഒരുമിച്ചിരുന്ന് എവിടെയെങ്കിലും ഭരിച്ചാൽ പോരെ, യൂനസിനെ തന്നെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോയാൽ മതി. അതാണ് സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ഒരു ഇലക്ഷൻ കോമ്പറ്റീറ്റീവ്നെസ് അവിടെ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും NCP പാർട്ടിക്ക് ഇങ്ങനത്തെ നിലപാടെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും ഇന്ത്യയും ഞങ്ങൾക്ക് വേണം, ഇന്ത്യയുടെ ഇൻട്രസ്റ്റും ഞങ്ങൾ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള വാഗ്ദാണ് ഈ ഒരു കൂടിക്കാഴ്ച കൊണ്ട് BNP പാർട്ടിയുടെ നേതാവ് താരിഖ് റഹ്മാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. അമേരിക്ക റാഞ്ചിക്കൊണ്ടുപോയ റഷ്യയുടെ കപ്പലുണ്ടല്ലോ, ഇത് ലാസ്റ്റ് മിനിറ്റിൽ റഷ്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് റഷ്യയുടെ പേരിൽ റഷ്യൻ നേവിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഷിപ്പാണ്. ഇതിനകത്ത് 28ഓളം ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു വ്യക്തിയുണ്ട്, രഞ്ജിത്ത് സിംഗ് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ രഞ്ജിത്ത് സിംഗിനെയും ഇപ്പം റിലീസ് ചെയ്തിട്ടുണ്ട്. 28 പേരെയും റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവര് അവിടെ ഉള്ള ആൾക്കാരെ തന്നെ എങ്ങനെ വിസയൊക്കെ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചയക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്രൂ മെമ്പേഴ്സിനെ ഒന്നും അവരങ്ങനെ അവരുടെ രാജ്യത്ത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല, അവർക്ക് ലയബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യ. അപ്പോൾ തീർച്ചയായിട്ടും അവർ റിലീസ് ചെയ്യും ഇമീഡിയറ്റ് ആയിട്ട്. ഏതെങ്കിലും രാജ്യങ്ങൾ ചോദിച്ചാൽ അപ്പം തന്നെ അവർ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാരെയൊക്കെ ഇപ്പോൾ ഓൾറെഡി ഈ രഞ്ജിത്ത് സിംഗിനെയൊക്കെ ഓൾറെഡി റിലീസ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഈ ട്രംപും ഹാബർട്ട് ലുട്നിക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളുണ്ടല്ലോ, ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തികച്ചും ഫേക്ക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതിനകത്തൊന്നും യാതൊരു വസ്തുതയും ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് ഇതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയത്. അതായത് ഇന്ത്യ ഫോൺ ചെയ്യണം, ട്രേഡ് ഡീൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ട്രേഡ് ഡീലിലുള്ള വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അഗ്രികൾച്ചറും ഡയറി പ്രോഡക്റ്റും ഇന്ത്യക്കുള്ളിൽ ഇറക്കുമതി ചെയ്യണം. ഇത് പ്രൈം മിനിസ്റ്റർ മോദി ഫോൺ വിളിച്ച് സംസാരിച്ച് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ട്രേഡ് ഡീൽ ഓക്കെ ആവുമായിരിക്കാം. ഇതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ട്രേഡ് ഡീലൊക്കെ ഫിനിഷ് ആയി എന്ന് പറഞ്ഞതൊക്കെ സത്യസന്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി UPയിൽ മാത്രം 34,000 കോടിയാണ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം ഇതുവരെ റിസീവ് ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. 34,000 കോടി ഡിഫൻസ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് UP എന്ന് പറഞ്ഞ ഒറ്റൊരു സ്റ്റേറ്റിലാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടന്നിരിക്കുന്നത്. ഡെൻമാർക്കിന്റെ MP ഇപ്പൊ ചോദിച്ചിരിക്കുകയാണ്, അതായത് ഇന്ത്യ ഡെൻമാർക്കിനൊപ്പം നിൽക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സപ്പോർട്ട് ഡെൻമാർക്കിന് ഗ്രീൻലാൻഡിന്റെ വിഷയത്തിൽ, ഗ്രീൻലാൻഡിനെ അമേരിക്ക ക്ലെയിം ചെയ്യുന്ന ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ ഡെൻമാർക്കിനോടൊപ്പം നിൽക്കണം എന്ന് ഡെൻമാർക്ക് രാജ്യം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഡെൻമാർക്കിന്റെ ഒരു മിനിസ്റ്ററാണ് ഇതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ സപ്പോർട്ട് ഡെൻമാർക്കിനോടൊപ്പം ആയിരിക്കണം എന്നാണ് ഡെൻമാർക്ക് ആഗ്രഹിക്കുന്നത്. അത് ഓപ്പണായിട്ട് തന്നെ ഇന്ത്യയുടെ ചോദിച്ചിട്ടുണ്ട് സപ്പോർട്ട്. ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആ വിഷയത്തിൽ. അഫ്ഗാനിസ്ഥാൻ അവരുടെ ഇന്ത്യൻ എംബസിയിൽ നൂർ അഹമ്മദ് നൂർ എന്ന് പറഞ്ഞ ഒരു പുതിയ NOI അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പുതിയ അഫ്ഗാനിസ്ഥാന്റെ താലിബാനിന്റെ സൈഡിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണിത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറേ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.